ഹായ് ഫ്രണ്ട്സ്, ഇന്നൊരു ചെറിയ കേക്ക് വ്ളോഗുമായിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ക്ലാസ് നടക്കുന്നതിൻ്റെ ഇടയ്ക്ക് കേക്ക് ഓർഡർ വരുമ്പോൾ എങ്ങനെയാണ് തിരക്ക് പിടിച്ചൊരു ദിവസത്തെ വിശേഷങ്ങളൊക്കെയാണ് കേട്ടോ. അപ്പോൾ 2-3 ദിവസത്തെ ക്ലാസ്സിൻ്റെ വിശേഷങ്ങളെല്ലാം ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ചെറിയൊരു വ്ളോഗാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലിട്ട് പോവാം. അപ്പോൾ രാവിലെ തന്നെ സ്റ്റുഡൻറ്റ് എത്തിയിട്ടുണ്ട്. അപ്പോൾ ഫസ്റ്റ് ദിവസത്തെ ക്ലാസ് വെഡ്ഡിങ് ക്ലാസ് ആണ്. അപ്പോൾ മാസ്റ്റർ ക്ലാസ് ആണ് കേട്ടോ. അപ്പോൾ വൺ ഡേ ക്ലാസ്സാണ് മാസ്റ്റർ ക്ലാസ്സിൽ വന്നിട്ടുള്ളത്. 2 ഡേയ്സും അതുപോലെ 5 ഡേയ്സ് എല്ലാം ക്ലാസ്സുകളുണ്ട്. അപ്പോൾ ഇത് വൺ ഡേ ക്ലാസ് ആയിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൽ 4 ടയർ വെഡ്ഡിങ് കേക്കാണ് വന്നിട്ടുള്ളത്. ഫോണ്ടൻ വർക്കുകളും പിന്നെ അതുപോലെ തന്നെ ഗോൾഡൻ കേക്ക് പിന്നെ ഗോൾഡൻ ലേസ് വർക്ക് എല്ലാം ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ക്ലാസ്സാണ് കേട്ടോ. അപ്പോൾ ഗോൾഡൻ ലേസാണ് മെയിനായിട്ട്. നമുക്കിപ്പോൾ ഗോൾഡൻ ലേസ് വർക്കൊക്കെ ഇപ്പം ട്രെൻഡിങ് ആയിട്ട് വെഡ്ഡിങ് കേക്കിൽ വരാറുള്ളതാണ്. അതുപോലെ ഗോൾഡൻ കേക്കെല്ലാം അപ്പോൾ അതെല്ലാം ഇവിടെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ വൈകിട്ടായപ്പോഴേക്കും കേക്ക് ഐസിങ്ങും അതുപോലെ തന്നെ സ്റ്റാക്കിങ്ങും ഇപ്പോൾ ഏകദേശം ആയിട്ടുണ്ട്. അപ്പോൾ ഒരുവിധ ആൾക്കാരും ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ വേണ്ടി വരുന്നത് സ്റ്റാക്കിങ്ങിൻ്റെ ഈ ഒരു വെഡ്ഡിങ് കേക്ക് മെയിനായിട്ട് പഠിക്കുന്നത് സ്റ്റാക്കിങ്ങിൻ്റെ പ്രോബ്ലം കൊണ്ടാണ്. സ്റ്റാക്ക് ചെയ്യണത് ഒരുപാട് പേർക്ക് ചെരിവ് വരും, അതുപോലെ തന്നെ കസ്റ്റമറിൻ്റെ അടുത്ത് എത്തുമ്പോൾ കംപ്ലയിൻറ്റ് വരും. അങ്ങനത്തെ ഒരുപാട് പ്രോബ്ലംസ് ഉണ്ട്. അപ്പോൾ ഒരുപാട് പേര് അങ്ങനെ വന്ന് അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ അതുപോലെ ഒരുപാട് വെറൈറ്റി ഡെക്കറേഷൻസ് പഠിക്കാം. സ്റ്റെൻസിൽ വർക്ക്, ഗോൾഡൻ കേക്ക്, ഫിനിഷിങ് കുറവ് അങ്ങനെയുള്ളവരൊക്കെ ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെയാണ് വെഡ്ഡിങ് ക്ലാസ് പഠിക്കാറുള്ളത് കേട്ടോ. അപ്പോൾ വെഡ്ഡിങ്ങിൽ തന്നെ ഇപ്പോൾ ട്രെൻഡിങ് ആയിട്ടുള്ള ഗോൾഡൻ കേക്ക് എല്ലാം ഉള്ളതുകൊണ്ട് അത് ഒരുപാട് പേര് അറ്റൻഡ് ചെയ്യാൻ വന്നിട്ടുണ്ട്. അപ്പോൾ ഇതാണ് കേട്ടോ കേക്കിൻ്റെ ഫൈനൽ ലുക്ക് വന്നിട്ടുള്ളത്. അപ്പം ടോപ്പിലായിട്ട് ആർട്ടിഫിഷ്യൽ ഫ്ലവറാണ്, പിന്നെ ഗോൾഡൻ കേക്ക്, പിന്നെ ഒരു സ്റ്റിക്ക് കൊടുത്തിട്ടുണ്ട് അക്രിലിക്കിൽ, പിന്നെ സ്റ്റെൻസിൽ വർക്ക്, ലേസ് വർക്ക്, ഗോൾഡൻ ഫോണ്ടൻ വർക്ക്. ഇത്രയാണ് കേട്ടോ ഈ ഒരു ക്ലാസ്സിൽ വന്നിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു ക്ലാസ് വൺ ഡേ ക്ലാസ് ആയിട്ടാണ്. ഇത് 2 ഡേയ്സ് ഉണ്ട്, അതുപോലെ തന്നെ 5 ഡേയ്സ് ഉണ്ട് മാസ്റ്റർ ക്ലാസ്. മാസ്റ്റർ ക്ലാസ് 5 ഡേയ്സിലൊക്കെ ഒരുപാട് കേക്കുകൾ പഠിക്കാനുണ്ട് കേട്ടോ. അപ്പോൾ അത്യാവശ്യം വേണ്ടവർക്ക് ഈ ഒരു ക്ലാസ് അറ്റൻഡ് ചെയ്താൽ തന്നെ അത്യാവശ്യം ക്യാച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ ഈ ഒരു ക്ലാസ് അറ്റൻഡ് ചെയ്യാനൊക്കെ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ഇൻസ്റ്റഗ്രാമിൽ മെസ്സേജ് ചെയ്യുക. അതുപോലെ ഇൻസ്റ്റഗ്രാമിൽ തന്നെ കോൺടാക്ട് നമ്പർ ഉണ്ട് കേട്ടോ, അതിൽ കോൺടാക്ട് ചെയ്താൽ മതി. ബാക്കിയുള്ള ഡീറ്റെയിൽസ് എല്ലാം അപ്പോൾ പറയാം. അപ്പോൾ ഈ ക്ലാസ്സിൽ ഇതാണ് കേട്ടോ വന്നിട്ടുള്ളത്. പിന്നെ അതിൻ്റെ ശേഷം പിറ്റേ ദിവസം കൊടുക്കാൻ വേണ്ടിയിട്ട് ഒരു 1 kg ടോൾ കേക്ക് ഉണ്ട്. അതിൻ്റെ ഡെക്കറേഷന് രാവിലെ തന്നെ ചെയ്ത് കംപ്ലീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ അന്ന് തന്നെ നമുക്കിപ്പോൾ ഫോണ്ടൻ വർക്കും അതുപോലെ ഗ്രാവിറ്റി കേക്കും കൊണ്ടുള്ള ക്ലാസ്സാണ് വരുന്നത്, മാസ്റ്റർ ക്ലാസ്സാണ്. അപ്പോൾ ആ ക്ലാസ്സിന് വേണ്ടിയിട്ടുള്ള സ്പഞ്ചസും കാര്യങ്ങളെല്ലാം റെഡിയാക്കലും എല്ലാമായിട്ട് തലേ ദിവസം കുറച്ച് തിരക്കായിരുന്നു. ക്ലാസ് കഴിഞ്ഞതിൻ്റെ ശേഷം, വെഡ്ഡിങ് ക്ലാസ് കഴിഞ്ഞതിൻ്റെ ശേഷം കേട്ടോ. എന്നിട്ട് പിന്നെ ഈ കേക്കും അതുപോലെ ഗ്രാവിറ്റി കേക്കിൻ്റെ ക്ലാസ്സിന് വേണ്ടിയിട്ടുള്ള സ്പഞ്ചസും പിന്നെ പിറ്റേ ദിവസം നമുക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് വെഡ്ഡിങ് കേക്ക് എല്ലാം ഉണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ സ്പഞ്ചസ് എല്ലാം തലേ ദിവസം ഓരോന്നാക്കിയിട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു കേക്ക് കഴിഞ്ഞതിൻ്റെ ശേഷം സ്റ്റുഡൻറ്റ് എത്തുന്നതിൻ്റെ മുന്നായിട്ട് തന്നെ കേക്ക് ക്രം കോട്ടിങ് ചെയ്തു. അവർക്ക് ക്രം കോട്ടിങ് വേണ്ടാന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ ചിലവർക്ക് അത് ഓക്കെ ആയിരിക്കും, ഷാർപ്പ് എഡ്ജിൻ്റെ ഒക്കെ വ്യത്യാസമായിരിക്കും. അപ്പോൾ അവർക്ക് അതിനനുസരിച്ചിട്ടായിരിക്കും ക്ലാസ് കിട്ടുക. അപ്പോൾ ഞാൻ തലേദിവസം കുറച്ച് തിരക്കായതുകൊണ്ട് തന്നെ ടയേർഡായിരുന്നു. അപ്പോൾ ഒന്ന് ഉറങ്ങിപ്പോയതാണ് കേട്ടോ. ഈ ഒരു 3 കേക്ക് കളർ ചേഞ്ചായി പോയി, കുറച്ച് ബേക്കിംഗ് കൂടിപ്പോയി, ബേക്കിംഗ് ടൈം കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് ആ 3 കേക്കിന് കളർ ചേഞ്ച് വന്നത്. പിന്നെ സ്റ്റുഡൻറ്റ് എത്തിയിട്ട് ഇപ്പോൾ അതാ ഫിനിഷിങ് ചെയ്യാണ്. അപ്പോൾ ഇവർക്ക് ഷാർപ്പ് എഡ്ജിൻ്റെ പ്രോബ്ലം ഉണ്ടായിരുന്നു, അതുപോലെ ടോപ്പ് ഭാഗം ഫിനിഷ് ആവായി, അങ്ങനത്തെ പ്രോബ്ലംസ് ഒക്കെ ആയിരുന്നു. അപ്പോൾ അതെല്ലാം ഒന്ന് ക്ലിയർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇവർക്ക് 2 കേക്കാണ് കേട്ടോ ഉണ്ടായിരിക്കുക. ഗ്രാവിറ്റി കേക്കിൽ 2 കേക്ക് ഫിനിഷിങ്ങും ഷാർപ്പ് എഡ്ജും ഒക്കെ ആയിട്ടായിരുന്നു. പിന്നെ അതുപോലെ ഗ്രാവിറ്റി കേക്കായിരുന്നു, അതിൽ ഫോണ്ടൻ വർക്കും ഡെക്കറേഷൻസും എല്ലാം ഉണ്ട് കേട്ടോ. അപ്പോൾ ഇത് 2 ഡേയ്സ് ക്ലാസ്സാണ്. അപ്പോൾ 1 ഡേ ക്ലാസ് ആയിട്ടും ഉണ്ട്, 2 ഡേയ്സ് ആയിട്ടുണ്ട്. 2 ഡേയ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ചുകൂടി സ്ലോലി ആയിട്ടുള്ളവർക്കാണ് 2 ഡേയ്സ് ആക്കിയിട്ട് കൊടുക്കുക. അപ്പോൾ ഇത് സ്ലോലി ആയതുകൊണ്ട് തന്നെ 2 ഡേയ്സ് ആയതുകൊണ്ട് തന്നെ അവർ കുറച്ച് സാവകാശം ഫിനിഷ് ആക്കി എടുക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ ഇത് കഴിഞ്ഞതിൻ്റെ ശേഷം ഫോണ്ടൻ വർക്ക് സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ ഫോണ്ടൻ വർക്കായിട്ട് ഫിഗേഴ്സാണ് മെയിനായിട്ടുള്ളത് കേട്ടോ. ഫിഗേഴ്സും അതുപോലെ അവർക്ക് ഫോണ്ടൻ എങ്ങനെയൊക്കെയാണ് പഠിക്കേണ്ടതെന്ന് ചോദിക്കും. എന്നിട്ട് അതിനനുസരിച്ചിട്ടാണ് ക്ലാസ് എടുത്ത് കൊടുക്കുക. അപ്പോൾ ഫിഗേഴ്സ് വരുന്നത് ഈ ഗ്രാവിറ്റി കേക്ക് മാസ്റ്റർ ക്ലാസ്സിൽ വരുന്നത് 10 ഫിഗേഴ്സാണ് കേട്ടോ. 10 ഫിഗേഴ്സാണ് ഉണ്ടായിരിക്കുക. അത് ആനിമൽസ് ആയിട്ടാണ്. പിന്നെ അപ്പോൾ ഇതാ ഫസ്റ്റ് ഇവിടെ മങ്കിയാണ് ചെയ്യണം. മങ്കി ഫസ്റ്റ് അല്ല, ഒരു ലാസ്റ്റൊക്കെ ആയിട്ടാണ് മങ്കി വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ 2 ഡേയ്സ് ആയതുകൊണ്ട് തന്നെ ഫസ്റ്റ് ഡേ ഫിഗേഴ്സ് സ്റ്റാർട്ട് ചെയ്തു. പിന്നെ അതുപോലെ തന്നെ
എന്താണ് പറയുക കുറച്ചുകൂടി ചെയ്യാനുണ്ട്. അപ്പോൾ അത് പിറ്റേ ദിവസമാണ് കേട്ടോ ചെയ്യുക. അപ്പോൾ പിറ്റേ ദിവസമാണ് ഇപ്പോൾ ഈ ഒരു ഇത് വന്നിട്ടുള്ള ഡെക്കറേഷനും കാര്യങ്ങളെല്ലാം. അപ്പോൾ അന്നത്തെ ദിവസം ഇപ്പോൾ മൂന്നാമത്തെ ദിവസം എനിക്ക് എന്താ പറയുക 2 കേക്ക് കൊടുക്കാനുണ്ട്. 1 kg കേക്ക്, പിന്നെ അതിൻ്റെ കൂടെ തന്നെ ഒരു വെഡ്ഡിങ് കേക്കും ഉണ്ട്. തലേ ദിവസം വെഡ്ഡിങ് കേക്ക് ഓർഡർ ഉള്ളതായിരുന്നു. പിന്നെ ഈ 2 1 kg കേക്ക് പെട്ടെന്ന് വന്നതായിരുന്നു കേട്ടോ. അപ്പോൾ വെഡ്ഡിങ് കേക്ക് ഞാൻ ക്രം കോട്ടിംഗ് എല്ലാം ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഫൈനൽ കോട്ടിങ് ചെയ്യാനേ ഉള്ളൂ. അതിനിടയ്ക്കാണ് ഈ 2 കേക്ക് വന്നത്. അപ്പോൾ പിന്നെ പെട്ടെന്ന് അതിൻ്റെ ക്രം കോട്ടിങ്ങും ചെയ്ത് വെക്കുകയാണ്. പിന്നെ ഇതിൻ്റെ ക്രം കോട്ടിങ് ചെയ്തിട്ട് ഫ്രീസറിൽ വെക്കുകയാണെങ്കിൽ പിന്നെ പെട്ടെന്ന് സെറ്റ് ആയിക്കോളുമല്ലോ. അപ്പോൾ അതിനിടയ്ക്ക് അവർക്ക് ഗ്ലാസ് എടുത്ത് കൊടുക്കണമുണ്ട് കേട്ടോ. അപ്പോൾ കുറച്ച് കളറ് ചേഞ്ച് ആയിട്ടുണ്ടായിരുന്നത് ഇതാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ പുറം ഭാഗം മാത്രമേ കളർ ചേഞ്ച് ആയിട്ടുള്ളൂ. ഉള്ളിൽ നല്ല വൈറ്റ് കളറായിട്ട് തന്നെ ഉണ്ട്. കണ്ടോ, നല്ല വൈറ്റ് കളറായിട്ട് തന്നെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇത് ക്രം കോട്ടിങ് ചെയ്യും. എന്നിട്ട് പിന്നെ കേക്ക് ഗ്ലാസ് എടുത്ത് കൊടുക്കണമെങ്കിൽ ബാക്കി ചെയ്ത് കൊടുക്കും. പിന്നെ അവർക്ക് എന്തെങ്കിലും വർക്ക് കൊടുത്തിട്ട് വീണ്ടും വന്നിട്ട് ബാക്കിയുള്ള പണി ചെയ്യും കേട്ടോ. അങ്ങനെയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ എന്താ പറയുക, അവരിങ്ങനെ സാവകാശം ചെയ്യണത് കൊണ്ട് തന്നെ ടൈം ഒരുപാടുണ്ടായിരുന്നു. നമുക്കിപ്പോൾ രണ്ടാമത്തെ ദിവസം ഒരുപാട് ടൈമുള്ള പോലെ ഇരുന്നു കേട്ടോ. ഫസ്റ്റ് ദിവസം കുറച്ച് തിരക്കായിരുന്നു. അപ്പോൾ പിന്നെ സാവകാശം ചെയ്തെടുത്താൽ മതിയല്ലോ എന്ന് വെച്ചു. അപ്പോൾ ഓരോ കേക്കുകളും ഇപ്പോൾ ഇതാ ലേയേഴ്സ് എല്ലാം കട്ട് ചെയ്തു. ഇനി ഐസിങ് ചെയ്യണം. ഐസിങ് ചെയ്തിട്ട് ക്രം കോട്ടിങ് ചെയ്തിട്ട് ഫ്രീസറിൽ വെക്കും. പിന്നെ അതിന് ശേഷം കുറച്ച് കഴിഞ്ഞിട്ടാണ് കേട്ടോ പിന്നെ ഫൈനൽ കോട്ടിങ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഫസ്റ്റ് ഇവിടെ ചെയ്യുന്നത് ബ്ലൂബെറി കേക്കാണ്. 1 kg 7 ഇഞ്ചിൽ ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ സ്പഞ്ചിനെ വെറ്റ് ചെയ്തതിൻ്റെ ശേഷം കുറച്ച് ക്രീം അപ്ലൈ ചെയ്തു. എന്നിട്ട് പിന്നെ എല്ലാ ഭാഗത്തും ഒന്ന് ലെവൽ ചെയ്ത് കൊടുത്തതിൻ്റെ ശേഷം എഡ്ജൊക്കെ ഒന്ന് ക്ലിയർ ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. പിന്നെ അതിന് ശേഷം ഉള്ളിലേക്കായിട്ട് ഫില്ലിങ് കൊടുക്കുകയാണ്. അപ്പോൾ ബ്ലൂബെറി കേക്ക് ആയതുകൊണ്ട് തന്നെ ഇതിനകത്ത് ബ്ലൂബെറി ഫില്ലിംഗ് ആണ് കൊടുത്തിട്ടുള്ളത്. ബ്ലൂബെറി ക്രഷാണ് കേട്ടോ. എന്നിട്ട് ഇതും എല്ലാ ഭാഗത്തും ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കുകയാണ്. പിന്നെ ലെവൽ ചെയ്തതിൻ്റെ ശേഷം പിന്നെ കുറച്ച് വേണമെന്നുണ്ടെങ്കിൽ ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്ത് ഇട്ട് കൊടുക്കാം. വൈറ്റ് ചോക്ലേറ്റ് ഞാനിപ്പോൾ ഇട്ട് കൊടുക്കണില്ല കേട്ടോ. പിന്നെ അടുത്ത ലെയർ വെച്ചു. ഇനി ഇതുപോലെ ഓരോ ലെയറായിട്ട് ചെയ്തിട്ട് ക്രം കോട്ടിങ് ചെയ്യണം കേട്ടോ. പിന്നെ അതിൻ്റെ ശേഷം കൊടുക്കാനുണ്ടായിരുന്നത് വൈറ്റ് ഫോറസ്റ്റ് ആണ്. അപ്പോൾ അതും തന്നെ 2 ലെയേഴ്സ് കൊടുത്തു. പിന്നെ മൂന്നാമത്തെ ലെയറാണ് ഇപ്പോൾ ഇത് കേട്ടോ. അപ്പോൾ ഉള്ളിലായിട്ട് ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്ത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് പിന്നെ ടോപ്പിലായിട്ടുള്ള ലെയർ വെച്ചു. വെറ്റ് ചെയ്തതിൻ്റെ ശേഷം ഇപ്പോൾ ക്രം കോട്ടിങ് ആണ് ചെയ്യുന്നത്. അപ്പോൾ 2 കേക്കും പെട്ടെന്ന് ക്രം കോട്ടിങ് ചെയ്തിട്ട് ഫ്രീസറിലേക്ക് കയറ്റുകയാണ് കേട്ടോ. അപ്പോൾ ഫ്രീസറിൽ നല്ല കൂളിംഗ് ആയതുകൊണ്ട് തന്നെ നമുക്കിപ്പോൾ 10-15 മിനിറ്റ് വെച്ചാൽ തന്നെ പെട്ടെന്ന് ഇത് ക്രീമെല്ലാം സ്റ്റിഫായി കിട്ടും. കൂളിംഗ് കുറവാണെന്നുണ്ടെങ്കിൽ പിന്നെ നമ്മൾ ഒരു അരമണിക്കൂറൊക്കെ വെച്ച് കൊടുക്കണം കേട്ടോ. അപ്പോൾ എഡ്ജെല്ലാം ക്ലിയർ ചെയ്തതിൻ്റെ ശേഷം ഇതിനെ ഫ്രീസറിൽ വെക്കുകയാണ്. അപ്പോഴേക്കും അപ്പുറത്ത് ക്ലാസ് ഇങ്ങനെ അവൾ ഓരോന്നായിട്ട് ഇങ്ങനെ സ്റ്റുഡൻറ്റ് ചെയ്യണുണ്ട് കേട്ടോ. അപ്പോൾ എന്താണ് സെക്കൻഡ് ക്ലാസ് ആയതുകൊണ്ട് തന്നെ കുറച്ചുകൂടി ഒരു എക്സ്പീരിയൻസ് ആയി അവർക്ക് ഫോണ്ടൻ ഫിഗേഴ്സിൽ ഇട്ടാൽ. ആദ്യത്തേനേക്കാളും കുറച്ചുകൂടി ഒന്ന് ഐഡിയാസ് എല്ലാം കിട്ടി തുടങ്ങും കൂടുതൽ ചെയ്ത് തുടങ്ങുമ്പോൾ. അപ്പോൾ അതിങ്ങനെ ചെയ്യണുണ്ട്. പിന്നെ ബാക്കിയുള്ളത് പറഞ്ഞു കൊടുത്തതിൻ്റെ ശേഷം ഇതാ വീണ്ടും ഫൈനൽ കോട്ടിങ് ചെയ്യാൻ വേണ്ടിയിട്ട് കേക്കിനെ പുറത്തെടുത്തു. ഇനിയിപ്പോൾ ഇവിടെ ചെയ്യുന്നത് ബ്ലൂബെറി കേക്ക് തന്നെയാണ്. അപ്പോൾ അതിനെ ക്രീം അപ്ലൈ ചെയ്തു. സിമ്പിളായിട്ടുള്ള ഡെക്കറേഷനാണ് വന്നിട്ടുള്ളത് കേട്ടോ. ക്രീം അപ്ലൈ ചെയ്തിട്ട് ഒന്ന് എല്ലാ ഭാഗവും ഒന്ന് ഫിനിഷ് ആക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ എന്താ പറയുക, ക്രീം ബീറ്റ് ചെയ്യുന്ന സമയത്ത് കൂടുതലായിട്ട് സ്റ്റിഫായി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കത് ഐസിങ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. ഫിനിഷിങ് കുറയും കേട്ടോ. അങ്ങനെ ഡോട്ടായിട്ടുണ്ടായിരിക്കും. എപ്പോഴും ക്രീം ബീറ്റ് ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കണം. അല്ലാന്നുണ്ടെങ്കിൽ ഒന്ന് ലാസ്റ്റ് സ്റ്റേജിൽ നമ്മൾ ശ്രദ്ധ വിട്ടാൽ മതി കേട്ടോ. പെട്ടെന്ന് ഓവർ ബീറ്റ് ആയി പോവും. അങ്ങനെ ഓവർ ബീറ്റ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫിനിഷിങ് ഒരുപാട് ടൈം ചെയ്ത് കഴിഞ്ഞാൽ ഒരുപാട് ടൈം നമ്മൾ മെനക്കെട്ട് കഴിഞ്ഞാൽ ആ ഒരു ഫിനിഷിങ് കിട്ടുള്ളൂ കേട്ടോ. ഇപ്പോൾ ഇത് ടോപ്പ് ഭാഗമൊക്കെ ഒന്ന് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. പിന്നെ അതാ സൈഡിലായിട്ട് ഡിസൈനാണ് കൊടുത്തിട്ടുള്ളത്. പിന്നെ ഇതിൻ്റെ ടോപ്പിലായിട്ട് വന്നിട്ടുള്ളത് ഈ ഒരു ബ്ലൂബെറിൻ്റെ ക്രഷ് വെച്ചിട്ടുള്ള ഡെക്കറേഷൻ തന്നെയാണ് കേട്ടോ. ബ്ലൂബെറി കുറച്ച് എടുത്തിട്ട് അതിൻ്റെ മുകളിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ അതൊന്ന് ലെവൽ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ലെവൽ ചെയ്തിട്ട് കൂടുതലായിട്ട് ആ ഒരു എഡ്ജിലേക്ക് കൊണ്ടുപോകണ്ട കേട്ടോ. കൊണ്ടുപോയാൽ പിന്നെ അത് ഇങ്ങനെ ഒലിച്ചിറങ്ങി വരും. നമ്മൾ ഈ ഒരു ഡെക്കറേഷനിൽ ടോപ്പ് ഭാഗത്ത് മാത്രം ഈ ഒരു ബ്ലൂബെറി ക്രഷ് ഉള്ളൂ. അപ്പോൾ കുറവാണ് കേട്ടോ ക്രഷ് ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ കുറച്ചുകൂടി ക്രഷ് കൊടുത്തതിൻ്റെ ശേഷം ഒന്ന് നൈഫ് ഡിസൈനാണ് കൊടുക്കുന്നത് സെൻട്രലായിട്ട്. അപ്പോൾ ഈ നൈഫ് ഡിസൈൻ കൊടുത്താൽ കുറച്ച് ഈ ഒരു എഡ്ജിൽ നിന്നും താഴോട്ട് ഒലിച്ച് വന്നിട്ടുണ്ടായിരുന്നു. അത് നൈഫ് ഈ ഒരു
കോം ഡിസൈൻ തന്നെ ചെയ്തിട്ട് ഒന്ന് ലെവൽ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ സൈഡ് ഭാഗത്ത് ഒരു സൈഡിൽ മാത്രമായിട്ടാണ് ഡിസൈൻ കൊടുക്കണം കേട്ടോ. അത് ഞാൻ ഷെൽ നോസിൽ വെച്ചിട്ടാണ് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു ഷെൽ നോസിൽ വെച്ചിട്ട് ലൈറ്റ് പർപ്പിൾ, ഈ ഒരു ലാവൻഡർ കളർ അല്ലാന്നുണ്ടെങ്കിൽ ഒരു ഗ്രേപ്പ് വയലറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള കളർ ആഡ് ചെയ്താലും മതി. ലൈറ്റ് ഷെയ്ഡ് കൊടുത്തിട്ട് ഈ ഒരു ഷെൽ നോസിൽ വെച്ചിട്ട് കൊടുക്കുന്നുണ്ട് ഡിസൈന്. പിന്നെ അതിൻ്റെ ശേഷം ഓപ്പൺ നോസിൽ വെച്ചിട്ട് വൈറ്റ് കളറിലുള്ള ഡോട്ട് കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഈ ഡോട്ട് ഇല്ലാത്ത ചില ഭാഗങ്ങളിലൊക്കെ ആയിട്ട് കുറച്ച് ഷോർട്ട്സും കൂടി ഇട്ട് കൊടുക്കാം. അപ്പോൾ കുറച്ച് ഷോർട്ട്സ് ഇടയിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതുപോലെ കുറച്ച് ലീഫ് കൂടി കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു ലീഫ് നമ്മൾ ആദ്യമൊക്കെ വെഡ്ഡിങ് കേക്ക് ചെയ്യുന്ന സമയത്തൊക്കെ എപ്പോഴും വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്ന ഫ്രഷ് ലീഫുകളാണ് കേട്ടോ. അപ്പോൾ ഇത് ഇപ്പോൾ പിന്നെ അങ്ങനെ വെഡ്ഡിങ് കേക്കിനൊന്നും യൂസ് ചെയ്യാറില്ല, അതുപോലെ കേക്കിനൊന്നും വെച്ച് കൊടുക്കാറില്ല. അപ്പോൾ ഇതിൽ വന്നിട്ടുള്ള ഡിസൈനിൽ ഈ ഒരു ലീഫാണ് വന്നിട്ടുള്ളത് കേട്ടോ, കസ്റ്റമർ അയച്ചു തന്നിട്ടുണ്ടായിരുന്നത്. അങ്ങനെ അതിൻ്റെ ഡെക്കറേഷൻ കഴിഞ്ഞ് അത് ഫ്രിഡ്ജിൽ വെച്ചതിൻ്റെ ശേഷം ഇവിടെ 1 kg വൈറ്റ് ഫോറസ്റ്റ് കേക്ക് ഫൈനൽ കോട്ടിങ് ചെയ്തെടുത്തു. പിന്നെ ഷെൽ നോസിൽ വെച്ചിട്ടുള്ള ഡെക്കറേഷൻ കൊടുത്തു. പിന്നെ കുറച്ച് ഷോർട്ട്സ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ആ ലീഫ് തന്നെയാണ് കേട്ടോ ഇതിന് ഈ ഒരു ഗ്യാപ്പിലായിട്ട് വെച്ച് കൊടുത്തിട്ടുള്ളത്. പിന്നെ കുറച്ച് ആൽമണ്ട് കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. താഴെ ഭാഗത്തായിട്ട് ഓപ്പൺ നോസിൽ വെച്ചിട്ടുള്ള ഡെക്കറേഷനും കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇപ്പം മഴ പെയ്യണതുകൊണ്ട് തന്നെ അത്യാവശ്യം ഈച്ചൻ്റെ ശല്യമുണ്ട്. കുറച്ച് മുന്നേ ഉറുമ്പിൻ്റെ ശല്യമായിരുന്നു കേട്ടോ. അപ്പോൾ ഉറുമ്പ് ഇപ്പം മാറി ഒരു മരുന്ന് സ്പ്രേ ചെയ്തതിൻ്റെ ശേഷം ഉറുമ്പിൻ്റെ ശല്യം മാറിയിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഈച്ചൻ്റെ ശല്യം അത്യാവശ്യം ഉണ്ട്. അപ്പോൾ ഇതാ മോന് എത്തിയിട്ടുണ്ട്. മോന് ഇപ്പോൾ ഈ ഫോണ്ടൻറ്റിൻ്റെ ക്ലാസ്സൊക്കെ എടുക്കുമ്പോൾ അവന് അതിനിടയ്ക്ക് എപ്പോഴെങ്കിലുമൊക്കെ ആയിട്ട് വന്ന് അവനക്കുള്ള ഫോണ്ടൻറ്റ് കുറച്ച് എടുത്ത് വെക്കൂട്ടാ. എന്നിട്ട് അവനിങ്ങനെ ക്ലാസ് എടുക്കുന്ന സമയത്ത് അവരെ കൂടെ ഇരുന്നിട്ട് ഇങ്ങനെ അവനക്ക് പറ്റിയ ഡെക്കറേഷൻസ് എല്ലാം ചെയ്യും. അപ്പോൾ അവനക്ക് ഇഷ്ടമാണ് ഫോണ്ടൻറ്റിൻ്റെ ക്ലാസ് എടുക്കുന്നത്. പിന്നെ ഞാൻ ഫോണ്ടൻറ്റ് വർക്ക് ചെയ്യുന്ന സമയത്ത് അങ്ങനെ അവനടുത്തേക്ക് ആക്കാറില്ല കേട്ടോ. കുട്ടികളിങ്ങനെ വന്ന് ശല്യം ചെയ്യുമ്പോൾ നമുക്കത് ഒരു ബുദ്ധിമുട്ടാണല്ലോ. അപ്പോൾ അത് അതിനിടയ്ക്ക് അവൻ്റെ ജോലികൾ ഓരോന്ന് ചെയ്യണുണ്ട്. പിന്നെ അതാ വെഡ്ഡിങ് കേക്കാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഈ വെഡ്ഡിങ് കേക്ക് ചെയ്യുന്ന സമയത്ത് അവരാണ് കേട്ടോ വീഡിയോ എടുത്ത് തരുന്നത്. അപ്പോൾ ക്ലാസ് ഏകദേശം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു, ഫിഗേഴ്സ് എല്ലാം കംപ്ലീറ്റ് ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർ ഇപ്പോൾ വീഡിയോ എടുത്ത് തരികയാണ്. 9 ഇഞ്ചിലും 6 ഇഞ്ചിലും 4 ഇഞ്ചിലുമാണ് ഈ ഒരു വെഡ്ഡിങ് കേക്ക് ചെയ്തിട്ടുള്ളത്. താഴെ 9 ഇഞ്ചിലുള്ളതിലാണ് ഈ ഒരു ഡെക്കറേഷൻ വരുന്നത്. അപ്പോൾ ഗ്രേ കളറാണ് കൊടുത്തിട്ടുള്ളത്. പിന്നെ അതുപോലെ പൈപ്പിംഗ് ബാഗിൽ ചെറിയ ഹോള് കൊടുത്തിട്ട് ഒരു മെഹന്തി ഡിസൈൻ പോലെ ഇങ്ങനെ കൊടുത്തിട്ടുള്ളതാണ് കേട്ടോ. താഴെ ഭാഗത്ത് ഒരു ബോർഡർ പോലെ കൊടുത്തിട്ടുള്ളതാണ്. അപ്പോൾ ഈ ഒരു കേക്കിൽ മാത്രമേ ഈ ഒരു ഡിസൈൻ വന്നിട്ടുള്ളൂ. അപ്പോൾ ഇതിൻ്റെ ഫൈനൽ ലുക്ക് ഇങ്ങനെയാണ് വന്നിട്ടുള്ളത് കേട്ടോ. താഴെ ഭാഗത്ത് 9 ഇഞ്ച്, മുകളിൽ 6 ഇഞ്ച്, പിന്നെ 4 ഇഞ്ച്. അത്യാവശ്യം നല്ല ഹൈറ്റിലാണ് ഈ ഒരു കേക്ക് വന്നിട്ടുള്ളത്. പിന്നെ വൈറ്റ് കളറിലാണ് ഫ്ലവേഴ്സ് കൊടുത്തിട്ടുള്ളത്. മിക്സ്ഡ് ഫ്ലവേഴ്സാണ് കേട്ടോ, പല രൂപത്തിലുള്ളതാണ്. പിന്നെ ഒരു ടോപ്പറും കൊടുത്തിട്ടുണ്ട് മിസ്റ്റർ ആൻഡ് മിസ്സിസിൻ്റെ. പിന്നെ ഒരു ലോഗോ ഉണ്ട് കേട്ടോ, വിത്ത് ലവ് കേക്കറി എന്നുള്ള ഒരു ലോഗോ കൂടി സെൻട്രലായിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ 3 കേക്ക് ഇപ്പോൾ ഫ്രിഡ്ജിൽ വർക്കെല്ലാം കഴിഞ്ഞിട്ട് വെച്ചിട്ടുണ്ട്. ഇനി 2 കേക്കിലായിട്ട് നെയിം കൊടുക്കാണ്ട് ഫോണ്ടൻറ്റിൽ, അത് ഇതിനിടക്കായിട്ട് ചെയ്യാമെന്ന് വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ അത് കഴിഞ്ഞതിന് ശേഷം ഇവരുടെ ക്ലാസ്സിലുള്ള ലാസ്റ്റ് വർക്കാണ് വന്നിട്ടുള്ളത്. ലാസ്റ്റ് വർക്കിലായിട്ടുള്ള ക്രീം ഡെക്കറേഷൻസാണ് വന്നിട്ടുള്ളത് കേട്ടോ. അതിങ്ങനെ ഓരോന്നായിട്ട് ഇവർ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതിൽ എയർ ബ്രഷ് ഉണ്ട്, അതുപോലെ തന്നെ ഈ ഗ്രാവിറ്റിൻ്റെ സ്റ്റാൻഡ് മേക്കിംഗ് ഉണ്ട്. പിന്നെ ഈ ക്ലാസ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഗ്രാവിറ്റി സ്റ്റാൻഡ് എല്ലാവർക്കും കൊടുക്കും കേട്ടോ. പിന്നെ നെയിം ഇതാ അപ്പോൾ ഫോണ്ടൻറ്റിലായിട്ട് എഴുതിയിട്ട് 2 കേക്കിലും വെച്ച് കൊടുക്കുന്നുണ്ട്, 2 കേക്കിൻ്റെ സെൻറ്റർ ഭാഗത്ത് ഇട്ടാ. പിന്നെ ഇപ്പോൾ കേക്ക് ഡെലിവറി ചെയ്യാനുള്ള ടൈം ആയിട്ടുണ്ടായിരുന്നു. വൈകിട്ടാണ് 3 കേക്കും ഡെലിവറി ചെയ്യാനുള്ളത്. അപ്പോൾ ആ ഒരു സമയമായപ്പോൾ എല്ലാം ഒന്ന് പാക്ക് ചെയ്ത് വെക്കണുണ്ട്. അപ്പോൾ നെയിം എല്ലാം സെൻറ്ററിൽ വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കേക്കിൻ്റെ ഫൈനൽ ലുക്ക് ഇങ്ങനെയാണ് വന്നിട്ടുള്ളത്. പിന്നെ ഇതാ ക്ലാസ് അപ്പോഴേക്കും കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഫിഗേഴ്സ് ഉണ്ടാക്കിയിട്ടുള്ള ഫിഗേഴ്സിൽ കുറച്ച് ഫിഗേഴ്സ് ഈ കേക്കിൻ്റെ മുകളിലൊക്കെ ആയിട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട്, എല്ലാം വെച്ച് കൊടുത്തിട്ടില്ല കേട്ടോ. അപ്പോൾ ഇതാണ് കേട്ടോ കേക്കിൻ്റെ ഫൈനൽ ലുക്ക്. പിന്നെ കുറച്ച് ഫ്ലവേഴ്സും കാര്യങ്ങളെല്ലാം വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ക്ലാസ് ഇപ്പോൾ ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അങ്ങനെ ഫോട്ടോ എടുക്കലും എല്ലാം കഴിഞ്ഞതിൻ്റെ ശേഷം കുട്ടി ഒരു 5:30 ആയപ്പം പോയി. അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ വിശേഷങ്ങളെല്ലാം വന്നിട്ടുള്ളത്. അപ്പോൾ കേക്ക് ക്ലാസ് നടക്കുന്ന സമയങ്ങളിലും കേക്ക് ഓർഡർ എടുക്കാറില്ല എന്ന് ചോദിക്കാറുണ്ടായിരുന്നു. കേക്ക് ക്ലാസ് നടക്കുകയാണെങ്കിലൊക്കെ നമ്മൾ കേക്ക് ഓർഡർ എടുക്കാറുണ്ട്. അപ്പോൾ എല്ലാം മാനേജ് ചെയ്തിട്ട് കൊണ്ടുപോകും കേട്ടോ. അപ്പോൾ നമ്മളിപ്പോൾ കേക്ക് ക്ലാസ്സാണെന്ന് വിചാരിച്ചിട്ട് കേക്ക് വരുന്നത് ക്യാൻസൽ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല അല്ലാതെ. അപ്പോൾ ഇത്രയാണ് കേട്ടോ ഇന്നത്തെ വിശേഷങ്ങളൊക്കെ വന്നിട്ടുള്ളത്. അപ്പോൾ ഈ ചെറിയ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായാലും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അതിൻ്റെ കൂടെ തന്നെ ഇൻസ്റ്റാഗ്രാം പേജ് ഫോളോ ചെയ്യാത്തവർ ഫോളോ ചെയ്യട്ടോ. അടുത്ത വീഡിയോയിൽ പുതിയ വിശേഷങ്ങളും ഡെക്കറേഷൻസും എല്ലാമായിട്ട് നമുക്ക് കാണാം. താങ്ക്